നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വ്രതവിശുദ്ധിയുടെ നിറവിൽ എങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷം. കാസർകോട്ട് മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 2 കുരുന്നുകൾ ഉൾപ്പെടെ 3 പേരുടെ മരണമുണ്ടാക്കിയ ഞെട്ടലിൽ ചീമേനി ചെമ്പ്രകാനം പ്രദേശം. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി ചീമേനി പോലീസ്. BJPക്ക് വേണ്ടി നെയ്യാകാൻ വെണ്ണയായി കാത്തിരിക്കുന്ന കോൺഗ്രസുകാരുണ്ടെന്ന് ബിനോയ് വിശ്വം. അനിൽ ആന്റണി കേരള രാഷ്ട്രീയത്തിലെ ഗതികെട്ട തമാശയാണെന്നും ബിനോയ് വിശ്വം. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് നെക്രാജെ ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തിൽ ഇഫ്താർ സംഗമം. തെയ്യംകെട്ട് മഹോത്സവത്തിന് മുന്നോടിയായിരുന്നു പരിപാടി. ഒരേ സമയം 2 വേദികളിൽ യക്ഷഗാനം പ്രദർശിപ്പിച്ചത് കാണികൾക്ക് പുത്തൻ അനുഭവമായി മാറി. കൂഡ്ലു കുത്യാള ഗോപാലകൃഷ്ണ ക്ഷേത്ര പരിസരത്തായിരുന്നു പ്രദർശനം. മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്തെത്തിയായിരുന്നു വോട്ട് അഭ്യർത്ഥന. വാർത്തകൾ വിശദമായി. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ശാന്തിയുടെയും തക്ബീർ ധ്വനികളുമായി വീണ്ടും ഒരു ചെറിയ പെരുന്നാൾ. വ്രതവിശുദ്ധിയിലൂടെ നേടിയ ആത്മസംസ്കരണത്തിന്റെ പ്രഭയിലാണ് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. കാസർകോട്ട് മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മനസ്സും ശരീരവും സൃഷ്ടാവിന്റെ പ്രീതിക്കായി സമർപ്പിച്ച വ്രതവിശുദ്ധിയുടെ പുണ്യദിനങ്ങൾക്ക് ശേഷം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് മസ്ജിദുകളിലെത്തി പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പരസ്പരം ആശ്ലേഷിച്ചും സന്തോഷം പങ്കുവെച്ചും വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ ആഘോഷമാക്കി. സ്ത്രീകളും കുട്ടികളും മൈലാഞ്ചി അണിഞ്ഞ് ഈദിനെ വരവേറ്റു. കാസർഗോഡ് മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആരാധനകളെ ആഘോഷങ്ങളാക്കിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നു. ഇന്നലെ വരെ നമ്മുടെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഒരു പിടി വിലപിടിപ്പുള്ള സൽക്കർമ്മങ്ങളായിരുന്നു, നോമ്പായിരുന്നു. ഇന്നലെ നമ്മുടെ ആഘോഷമെങ്കിൽ രാത്രി നമസ്കാരമായിരുന്നു. ഇന്നലകളിലെ നമ്മുടെ ആഘോഷമെങ്കിൽ നമ്മുടെ ദുആഉം നമ്മുടെ തൗബയും നമ്മുടെ ഇസ്തിഗ്ഫാറും നാം കൊടുക്കുന്ന സദഖാത്തുകളുമാണ് ഇന്നലെ നമ്മുടെ ആഘോഷങ്ങളെങ്കിൽ ഇന്ന് ഒരാഘോഷത്തിന്റെ ദിവസത്തെ ആരാധനയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് വിശ്വാസികൾ. ഈദ് എന്ന അറബ് വാക്കിന്റെ അർത്ഥം ആഘോഷം എന്നാണ്. ഫിത്തർ എന്നാൽ നോമ്പു തുറക്കലെന്നും. ദാനധർമ്മങ്ങളുടെ പുണ്യവുമായി തങ്ങളുടെ സമ്പത്തിന്റെ വിഹിതം പാവപ്പെട്ടവരിലേക്ക് എത്തിച്ച ശേഷമാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷത്തിലേക്ക് കടന്നത്. കടുത്ത ചൂടിനെ അതിജീവിച്ചാണ് ഇത്തവണ 29 ദിവസത്തെ റംസാൻ വ്രതം വിശ്വാസികൾ പൂർത്തിയാക്കിയത്. ഈദ് ആശംസകൾ നേർന്നും പ്രയാസം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകിയും സുഭിക്ഷമായ ഭക്ഷണമൊരുക്കിയും വിശ്വാസികൾ ഈദ് ആഘോഷത്തെ സമ്പന്നമാക്കി. ഈദുൽ ഫിത്തറിന്റെ പ്രധാന ആചാരങ്ങളിലൊന്നാണ് ഫിത്തർ സക്കാത്ത്. സാധുക്കളോടുള്ള ദയ, സമസൃഷ്ടി, സ്നേഹം, സാമൂഹിക പ്രതിബദ്ധത തുടങ്ങിയവ വിളംബരം ചെയ്യുന്ന സവിശേഷ ദാനമാണിത്. നിർബന്ധ ദാനമായ സക്കാത്തിനു പുറമെയുള്ള ഫിത്തർ സക്കാത്ത് എല്ലാ വീടുകളിലും ഈദുൽ ഫിത്തർ ദിനത്തിൽ എത്തിക്കുന്നു. ആഘോഷ ദിനത്തിൽ ആരും തന്നെ പട്ടിണി കിടക്കരുതെന്ന സന്ദേശമാണ് ഫിത്തർ സക്കാത്തിലൂടെ നിറവേറ്റുന്നത്. ഇതര വിശ്വാസികളെയും ആഘോഷങ്ങളിൽ പങ്കെടുപ്പിച്ച് മതസൗഹാർദ്ദം കൂടി ദൃഢമാക്കുന്നതായിരുന്നു ചെറിയ പെരുന്നാൾ ദിനം. റമദാൻ മാസത്തിൽ നിന്ന് ആർജിച്ചെടുത്ത ചൈതന്യം അടുത്ത 11 മാസവും നിലനിർത്തുകയാണ് ഓരോ വിശ്വാസിയും ഇനിയുള്ള ദിനങ്ങളിൽ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മനസ്സും ശരീരവും സൃഷ്ടാവിന്റെ പ്രീതിക്കായി സമർപ്പിച്ച വ്രതവിശുദ്ധിയുടെ പുണ്യദിനങ്ങൾക്ക് ശേഷം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. മഞ്ചേശ്വരത്തെ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കടുത്ത ചൂടിനെ അതിജീവിച്ചാണ് ഇത്തവണ 29 ദിവസത്തെ റംസാൻ വ്രതം വിശ്വാസികൾ പൂർത്തിയാക്കിയത്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് മസ്ജിദുകളിലെത്തി പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പരസ്പരം ആശ്ലേഷിച്ചും സന്തോഷം പങ്കുവെച്ചുമായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. പരസ്പരം ഈദ് ആശംസകൾ നേർന്നും പ്രയാസം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകിയും സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കിയാണ് വിശ്വാസികൾ ഈദ് ആഘോഷത്തെ സമ്പന്നമാക്കിയത്.
കുഞ്ചത്തൂർ, ഉദ്യാവര, മഞ്ചേശ്വരം, ഉപ്പള എന്നിവിടങ്ങളിലെ വിവിധ പള്ളികളിൽ പ്രത്യേകം പെരുന്നാൾ നമസ്കാരം നടന്നു. ചില പള്ളികളിൽ സ്ത്രീകൾക്ക് പെരുന്നാൾ നമസ്കരിക്കാൻ പ്രത്യേകം സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. കുഞ്ചത്തൂർ മസ്ജിദ്, ദുന്നൂർ മസ്ജിദിൽ ഉസ്താദ് നൌഫൽ ഒറ്റുമാൽ, കുഞ്ചത്തൂർ ദാറുസലാം സലഫി പള്ളി ഈദ്ഗയിൽ മുഹമ്മദ് അലി സലഫി, ദാറുസലാം സലഫി, ഉദ്യാവരം 1000 ജമാഅത്ത് പള്ളിയിൽ ഖത്തീബ് അബ്ദുൽ കരീം ദാരിമി, കടമ്പാർ ഈദ്ഗയിൽ ഉസ്താദ് നൂറുൽ ഹസൻ മദനി, പൊസോട്ട് ജുമാ പള്ളിയിൽ സബീർ ഫൈസി തുടങ്ങിയവർ നിസ്കാരത്തിന് നേതൃത്വം നൽകി. ഇമാമുമാർ തന്റെ ഈദ് സന്ദേശത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. അബ്ദുറഹ്മാൻ, ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. 2 കുരുന്നുകൾ ഉൾപ്പെടെ 3 പേരുടെ മരണം നടന്ന ചീമേനി ചെമ്പ്രകാനത്തെ നാട്ടുകാർ ഇനിയും ഞെട്ടലിൽ നിന്ന് മോചിതരായിട്ടില്ല. പെരിങ്ങോം ഗ്രാമപഞ്ചായത്ത് UD ക്ലർക്ക് ചീമേനി ഞണ്ടാടി സ്വദേശിയായ കെ സജന, മക്കളായ 8 വയസ്സുകാരൻ ഗൗതം, 4 വയസ്സുകാരൻ തേജസ് എന്നിവരെ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വീടിന്റെ മുകൾ നിലയിൽ 2 ഇടങ്ങളിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 കുരുന്നുകൾ ഉൾപ്പെടെ 3 പേരുടെ മരണം നടന്നതിന്റെ ഞെട്ടലിലാണ് ചീമേനി ചെമ്പ്രകാനം പ്രദേശം. പെരിങ്ങോം ഗ്രാമപഞ്ചായത്ത് UD ക്ലർക്ക് ചീമേനി ഞണ്ടാടി സ്വദേശിനിയായ കെ സജന, മക്കളായ 8 വയസ്സുകാരൻ ഗൗതം, 4 വയസ്സുകാരൻ തേജസ് എന്നിവരെ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വീടിന്റെ മുകൾ നിലയിൽ 2 ഇടങ്ങളിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1-ാം നിലയുടെ വടക്ക് ഭാഗത്തുള്ള കിടപ്പുമുറിയിൽ നിലത്ത് വിരിച്ച കിടക്കയിലായിരുന്നു 2 മക്കളുടെയും മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത്. കിടപ്പുമുറിയുടെ കിഴക്ക് ഭാഗത്ത് ടെറസിന്റെ പൈപ്പിലാണ് സജന ഷാളിൽ തൂങ്ങി മരിച്ച നിലയിൽ ഉണ്ടായിരുന്നത്. ചോയങ്കോട് KCB സെക്ഷനിലെ സബ് എഞ്ചിനീയർ TS രഞ്ജിത്തിന്റെ ഭാര്യയും 2 ആൺമക്കളുമാണ് മരിച്ചത്. വീടിന്റെ താഴെയുണ്ടായിരുന്ന രഞ്ജിത്തിന്റെ പിതാവ് ശിവശങ്കരൻ ഭക്ഷണം കഴിക്കുവാൻ കുട്ടികളെ വിളിക്കുവാൻ മുകളിലെത്തിയപ്പോഴാണ് ദാരുണ സംഭവമറിഞ്ഞ് വിവരം നാട്ടുകാരെ അറിയിച്ചത്. ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിർ വിദ്യാർത്ഥികളാണ് ഗൗതമും തേജസും. ഈ 3 പേരും മരിച്ച സംഭവം നാട്ടുകാർക്കിനിയും വിശ്വസിക്കുവാൻ സാധിച്ചിട്ടില്ല. ഉച്ചയോട് കൂടിയാണ് ഇങ്ങനെ ചെമ്പ്രകാനം, ചീമേനി സമീപത്തുള്ള ചെമ്പ്രകാനത്ത് ഇങ്ങനൊരു മരണം നടന്നതായിട്ട് വിവരം അറിയുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ ഇവിടത്തേക്ക് വരികയും അപ്പോൾ ഈ വീട്ടിന് സമയത്തായിട്ട് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ വീട്ടിൻ്റെ 1-ാം നിലയിലെ കിടപ്പുമുറിയിലാണ് 2 കുട്ടികളും മരിച്ച നിലയിൽ കണ്ടത്. അതോടൊപ്പം തന്നെ അതിൻ്റെ പുറത്തുള്ള ഷീറ്റിൻ്റെ ചായ്പിനകത്തായിട്ടാണ് ഈ അമ്മയുടെയും ദേഹം ഒരു തൂങ്ങിയ നിലയിലാണ് കണ്ടത്. സംഭവം നടന്ന വീട്ടിൽ കാഞ്ഞങ്ങാട് DYSP VV ലതീഷ്, ചീമേനി പോലീസ് ഇൻസ്പെക്ടർ K സലീം, ചന്ദേര SI U വിപിൻ, ചീമേനി SI ബാബു എന്നിവർ എത്തിയിരുന്നു. വിരലടയാള വിദഗ്ധ രചിത, സയന്റിഫിക് ഓഫീസർ ഹരികൃഷ്ണൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബുധനാഴ്ച കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉച്ചകഴിഞ്ഞ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിറിലും ചെമ്പ്രകാനത്തെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങൾ സജനയുടെ നാടായ ചീമേനി ഞണ്ടാടിയിൽ സംസ്കരിച്ചു. നാടിനെ കണ്ണീരിലാഴ്ത്തിയ ഈ ദാരുണ സംഭവത്തിന് കാരണമെന്തെന്ന് ചീമേനി പോലീസ് ഇൻസ്പെക്ടർ K സലീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മക്കളെ കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തി മാതാവ് സജന ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഞണ്ടാടി കോറ റോഡിലെ പാടിയിൽ നാരായണന്റെയും ജമുനയുടെയും മകളാണ് സജന. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കരുതുന്നത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. BJPക്ക് വേണ്ടി നെയ്യാകാൻ വെണ്ണയായി കാത്തിരിക്കുന്ന കോൺഗ്രസുകാരുണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പരിഹാസം. കാസർഗോഡ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ജനസഭാ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. BJPയെ ഭയപ്പെട്ട് ലീഗിനെ മാറ്റി നിർത്താൻ സ്വന്തം കൊടി ഉപേക്ഷിച്ചവരാണ് കോൺഗ്രസുകാർ. അനിൽ ആന്റണി കേരള രാഷ്ട്രീയത്തിലെ ഗതികെട്ട തമാശയാണെന്നും ബിനോയ് വിശ്വം പരിഹസിച്ചു. ആശയപരമായി തന്നെ ഇപ്പോഴേ അവർ BJPക്കാരാണ്. RSS BJP രാഷ്ട്രീയം പറയാൻ ഇപ്പോഴേ ഇത്രയും വാശിയുള്ള ഇത്തരം മാന്യന്മാർ അഥവാ എങ്ങാനും ഇവിടെ എത്തിപ്പോയാൽ സ്ഥിതി എന്താ? പഴയ ചൊല്ലുണ്ട്, നമ്മളെല്ലാം പഠിച്ചതാണ്. വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് ഓരിട്ട് കരുതേണമോ എന്നാണ് ചോദ്യം. പഴയ ബന്ധത്തിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് ഓരിട്ട് കരുതേണമോ? നിലത്ത് വെച്ചാൽ മതി, ഇവിടെ വെച്ചാൽ മതി, വെണ്ണ നെയ്യാകും. അതുപോലെ ഇവരൊക്കെ വെണ്ണയാണ്.
BJPക്ക് വേണ്ടി നെയ്യാകാൻ കാത്തിരിക്കുന്ന വെണ്ണയാണ് ഇത്തരം കോൺഗ്രസ്സുകാർ. അവരാണ് കോൺഗ്രസിൻ്റെ പുതിയ മുഖം. അതുകൊണ്ട് കോൺഗ്രസ് അകപ്പെട്ട ഈ അഗാധമായിട്ടുള്ള ആശയ പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധി, അതിന് പരിഹാരം കാണാൻ കൊതിക്കുന്ന ഒട്ടേറെ കോൺഗ്രസ്സുകാരുണ്ട്. നെഹ്റുവിനെ മറക്കാത്ത, ഗാന്ധിജിയെ ഓർക്കുന്ന ആ കോൺഗ്രസ്സുകാർ, അവരിൽ പലരും ഇത്തവണ വോട്ട് ചെയ്യുക ഈ പക്ഷത്തായിരിക്കും, ഇടതുപക്ഷത്തായിരിക്കും. അവർക്ക് ആശങ്കയുണ്ട്. BJPയെ ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം കൊടി മാറ്റിവെച്ച പാർട്ടിയാണ് കോൺഗ്രസ്. BJPയെ ഭയപ്പെട്ടുകൊണ്ട് ലീഗിനോടും പറഞ്ഞു കൊടി പിടിക്കല്ലേ എന്ന് പറഞ്ഞു ഈ കോൺഗ്രസ്. കൊടി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ ആത്മാവാണ്, ജീവൻ്റെ ജീവനാണ്. ഈ കൊടിക്ക് വേണ്ടിയാണ് ആയിരങ്ങൾ പണ്ട് ആത്മഹത്യ ചെയ്തത്, സ്വയം രക്തസാക്ഷിത്വം വഹിച്ചത്. അതിൻ്റെ മാനം കാക്കാൻ വേണ്ടിയാണ് പോരാടിയത്. ബ്രിട്ടീഷ് പട്ടാളം അടിച്ചപ്പോഴും വെടിവെച്ചപ്പോഴും ആ കൊടിയെ ചേർത്ത് പിടിച്ചു പഴയ കോൺഗ്രസ്സുകാർ. കോഴിക്കോട്ടെ കടപ്പുറത്ത് ഉപ്പ് കുറക്കാൻ പോയപ്പോൾ ആ കൊടിക്ക് വേണ്ടിയാണ് അബ്ദുറഹ്മാൻ സാഹിബും K കേളപ്പനും സഖാവ് P കൃഷ്ണപിള്ളയും ആ കൊടിക്ക് വേണ്ടിയാണ് മർദ്ദനമേറ്റത്. അതാണ് കോൺഗ്രസ് കൊടി. ആ കൊടി പിടിക്കാൻ പുത്തൻ കോൺഗ്രസിന് പേടിയാണ്. പുത്തൻ കോൺഗ്രസ് ആ കൊടി മാറ്റിവെക്കാൻ ശ്രമിക്കുന്നത് BJPക്ക് വേണ്ടിയാണ്. പുത്തൻ കോൺഗ്രസ് അതുകൊണ്ട് പറഞ്ഞു ലീഗുകാരെ നിങ്ങൾ പിടിക്കണമെന്ന് പറഞ്ഞു. ഇതാണ് പുതിയ കോൺഗ്രസ്. ആ കോൺഗ്രസ്സാണ് ഇവിടെ പൈവെളുകയിൽ BJP കൊണ്ട് കൈപൊക്കിയത്. ആ കോൺഗ്രസ്സാണ് BJPയോട് പറഞ്ഞത് നിങ്ങൾ കൈപൊക്കാൻ. അനിൽ ആന്റണിയൊക്കെ രാഷ്ട്രീയത്തിലെ ഗതികെട്ട തമാശകളാണ്. തമാശയാണ്, വെറും തമാശയല്ല, ഗതികെട്ട തമാശകളാണ്. ആ തമാശയെ ഓർത്ത് AK ആന്റണിക്കുള്ള ദുഃഖം എന്താണെന്നും നമ്മൾ ഇന്നലെ കണ്ടു, ഇനിയും ചിലപ്പോൾ കണ്ടേക്കാം. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് നെക്രാജെ ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ക്ഷേത്രത്തിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് മുന്നോടിയായാണ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. മതമൈത്രിയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതായി നെക്രാജെ ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം. ദേവസ്ഥാനത്ത് നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് മുന്നോടിയായിട്ടാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. ഏപ്രിൽ 17, 18, 19 തീയതികളിലാണ് തെയ്യംകെട്ട് മഹോത്സവം. വ്രതമാസത്തിൽ തെയ്യംകെട്ട് നടക്കുന്നതിനാൽ ഇഫ്താർ സംഗമം നടത്താൻ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. നെക്രാജ ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലൻ ദേവസ്ഥാനത്ത് നെക്രാജ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് ശ്രീ വയനാട്ടുകുലൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മത സൗഹാർദ്ദവും മാനവികതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മളിവിടെ ഒരു സാമൂഹിക ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുകയാണ്. ഇഫ്താർ സംഗമം ഈ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റാനുള്ള, തെയ്യംകെട്ട് മഹോത്സവം ഈ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് തെയ്യംകെട്ട് മഹോത്സവം വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ തെയ്യംകെട്ട് മഹോത്സവം വിജയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും വേണം. തെയ്യംകെട്ടിൽ പങ്കെടുത്തുകൊണ്ട് ഈ തെയ്യംകെട്ട് വിജയിപ്പിക്കണമെന്ന് ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. സമീപ പ്രദേശത്തെ ജമാഅത്തുകളിൽ നിന്നും ക്ഷേത്ര കമ്മിറ്റികളിൽ നിന്നും നിരവധി പേർ ഇഫ്താർ വിരുന്നിനെത്തി. വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇന്നിവിടെ നടന്ന സമൂഹ നോമ്പുതുറ തന്നെ ഒരു വലിയ ഉത്സവമാക്കി മാറ്റാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നെക്രാജയെ സംബന്ധിച്ചിടത്തോളം നെക്രാജയിൽ രാഷ്ട്രീയപരമായ കേസ് പരിഹരിക്ക പോലീസ് സ്റ്റേഷനില്ല. അതുപോലെ തന്നെ മതപരമായ യാതൊരുവിധ പ്രശ്നങ്ങൾ ഈ നാട്ടിലില്ല. വളരെ സൗഹാർദ്ദമായി വളരെ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന, അതുപോലെ തന്നെ വയനാട്ടുകുലവൻ തെയ്യംകെട്ടായാലും മറ്റുത്സവങ്ങളായാലും എല്ലാവരും വളരെ നന്നായി സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണ്. അതിവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഞങ്ങളുടെ സമുദായത്തിൽ തന്നെ കുറേ സംഘടനകളുണ്ട്. അതും ഈ നെക്രാജ പ്രദേശത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സഹകരിച്ചതിന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളോടും നന്ദിയും കർത്തവ്യം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ തെയ്യംകെട്ടിന് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്നു. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് പൊടിപ്പള്ളം ശ്രീ ചീറുമ്പ ഭഗവതി ക്ഷേത്ര
കഴകപരിധിയിലെ നക്രാജെ ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തിൽ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. ഇഫ്താർ സംഗമത്തിൽ ആചാര്യസ്ഥാനികൻ കുമാരൻ ആയത്താർ, ജനറൽ കൺവീനർ രതീഷ് നക്രാജെ, വർക്കിംഗ് ചെയർമാൻ വസന്തൻ ചെമ്പോട്, പ്രവീൺ ഷെട്ടി, ശശി ചെടിക്കനം, ഉദയൻ പൊയ്യക്കണ്ടം, നക്രാജെ മഹൽ കമ്മിറ്റി ഭാരവാഹികളായ നൂറുദ്ദീൻ മുസല്യാർ, നൌഫൽ നക്രാജെ, ബടുവൻ കുഞ്ഞി, മറ്റു ഭാരവാഹികളും അംഗങ്ങളും ആഘോഷ കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരേ സമയം രണ്ടു വേദികളിൽ യക്ഷഗാനം പ്രദർശിപ്പിച്ചത് കാണികൾക്ക് പുത്തൻ അനുഭവമായി മാറി. കൂഡ്ലു കുത്യാള ഗോപാലകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് യക്ഷഗാനം പ്രദർശിപ്പിച്ചത്. കേരളത്തിൻ്റെ തനത് നൃത്തകലയായ കഥകളിയുമായി നല്ല സാമ്യമുള്ള കലാരൂപമാണ് യക്ഷഗാനം. കഥകളിയോട് സാദൃശ്യം തോന്നുമെങ്കിലും അടിസ്ഥാനപരമായി ഒരു നാടൻ കലാരൂപം തന്നെയാണ് ഇത്. രാമായണം, മഹാഭാരതം തുടങ്ങിയ പുരാണ ഇതിവൃത്തങ്ങൾ തന്നെയാണ് കഥയ്ക്കായി തെരഞ്ഞെടുക്കുന്നത്. കർണാടകയിൽ നിന്നും ഉരുത്തിരിഞ്ഞ നാടോടി കലാരൂപമായതിനാൽ തന്നെ കേരളത്തിൽ കാസർഗോഡ് മാത്രമാണ് ഈ കല ഇന്ന് പ്രചാരത്തിലുള്ളത്. ക്ഷേത്രങ്ങളിൽ വളരെ ഭക്തിയോടെ അനുഷ്ഠിച്ചു പോരുന്ന യക്ഷഗാനം നിരവധി തവണ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. വീണ്ടും 8 വർഷത്തിന് ശേഷമാണ് യക്ഷഗാനം പ്രദർശിപ്പിക്കുന്നത്. പാരമ്പര്യമനുസരിച്ച് യക്ഷഗാനം രാത്രി മുഴുവൻ നീണ്ടു നിൽക്കും. പാരമ്പര്യ തനിമ ചോരാതെ രാത്രി 10 മണിയോടെ ആരംഭിച്ച യക്ഷഗാനം പുലർച്ചെ 5 മണി വരെ നീണ്ടുനിന്നു. നിറപ്പകിട്ടാർന്ന വേഷങ്ങൾ അണിഞ്ഞ കലാകാരന്മാർ പല കഥാപാത്രങ്ങളെയും നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചു. ഒരേ സമയം 2 വേദികളിൽ കലാകാരന്മാരുടെ നൃത്തരൂപം ദർശിക്കുവാൻ കഴിഞ്ഞത് യക്ഷഗാന പ്രേമികൾക്ക് പുത്തൻ അനുഭവമായി മാറി. ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ സഹകരണത്തോടെ കൂഡ്ലു മേളവും മാണില മേളവും സംയുക്തമായാണ് യക്ഷഗാനം സംഘടിപ്പിച്ചത്. 100 കണക്കിന് പേരാണ് യക്ഷഗാനം കാണുവാനായി ക്ഷേത്ര പരിസരത്ത് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ തുമ്മിനാട് 1-ാം ബൂത്തിലെ NDA സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. തുമ്മിനാട് മുൻ പഞ്ചായത്ത് അംഗം ശോഭ ഷെട്ടി ഓഫീസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തുമ്മിനാട് മുൻ പഞ്ചായത്ത് അംഗം ಶೋಭಾ ಶೆಟ್ಟಿ ಆಫೀಸ್ ಉದ್ಘಾಟನೆ ನಿರ್ವಹಿಸಿತು. ಭಾರತ ದೇಶದ ಪರಿವರ್ತನೆ ನಾಡ ರಾಜಕೀಯದ ಇಡೀ ದೇಶನೇ ಇಲ್ಲಿ ಹೊತ್ತು ಹೋಗುವ ಪರಿಸ್ಥಿತಿ ನಿರ್ಮಾಣ. ಅದಕ್ಕೋಸ್ಕರ ನರೇಂದ್ರ ಮೋದಿನ ಅಧಿಕಾರ ಬೋರ್ಡು ಭಾರತೀಯ ಜನತಾ ಪಕ್ಷ NDA ಮೈತ್ರಿಕೂಟದ ಕೇಂದ್ರ ಆಡಳಿತ ನಮ್ಮ ಅಭ್ಯರ್ಥಿಯ ಪ್ರಧಾನಿಯಾದ ಮೂಜಿನ ಅವಧಿಗೆ ನರೇಂದ್ರ ಮೋದಿ ಬೋರ್ಡು ಅಂಚನೆ ನಮ್ಮ ಐತ ಬಗ್ಗೆ ತುಮಿನಾಡದ 2ನೇ ವಾರ್ಡ್ 1ನೇ ಬೂತ್ ಚುನಾವಣಾ ಕಚೇರಿ ನಮ್ಮ ಉದ್ಘಾಟನೆ ಮಾಡಿಕೊಡುವಂತ ವಿಶ್ವನಾಥ ಶೆಟ್ಟಿ, രവീന്ദ്ര ಶೆಟ್ಟಿ, ദേവദാസ് ಶೆಟ್ಟಿ, മാധവ, രാജേഷ് കന്വാതീർത്ഥ, ലക്ഷ്മണ, ശശികല ഉദ്യാവര തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ആഴക്കടലിൽ ജീവൻ പണയം വെച്ച് അധ്വാനിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളെയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്ത് എത്തിയാണ് ഉണ്ണിത്താൻ വോട്ട് അഭ്യർത്ഥിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 7:30യോടെയാണ് ഉണ്ണിത്താൻ മടക്കര തുറമുഖത്തെത്തിയത്. മത്സ്യം ലേലം ചെയ്യുന്നവരോടും മത്സ്യത്തൊഴിലാളികളോടും വിൽപ്പനക്കാരോടും വോട്ട് തേടിയ UDF സ്ഥാനാർത്ഥി ചെമ്മീൻ മുതൽ കരിമീൻ വരെയുള്ള മത്സ്യങ്ങളുടെ വില ചോദിച്ചറിഞ്ഞു. നല്ല തിരക്കായിരുന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ കണ്ടതോടെ പലരും ഹസ്തദാനം നടത്തിയും സെൽഫി എടുത്തും പിന്തുണ അറിയിച്ചു. ഓലമീനും അയക്കൂറയും കരിമീനും കയ്യിലെടുത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ കരിമീനിൽ പുള്ളിയുടെ കറുത്ത മീനാണ് രുചിയിൽ കേമമെന്ന് ചുറ്റുമുള്ളവരോട് പറഞ്ഞു. ദിവസങ്ങളായി കടലിൽ പോയി വലിയ വള്ളങ്ങളിൽ മത്സ്യങ്ങൾ എത്തിച്ച തൊഴിലാളികളുടെ മത്സ്യക്കൊട്ട കരക്കെത്തിക്കാൻ സഹായിച്ച അദ്ദേഹം ചെറിയ തോണിയിലുള്ളവരോടും മത്സ്യം വാങ്ങാനെത്തിയവരോടും വോട്ട് അഭ്യർത്ഥിച്ചു.
തുടർന്ന് വിശ്രമ ജീവിതം നയിക്കുന്ന ചെറുവത്തൂരിന്റെ തീരദേശ മേഖലയിൽ പ്രവർത്തിച്ച ആദ്യകാല തൊഴിലാളി നേതാവ് മൂലക്കാൽ കുഞ്ഞിരാമനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആശീർവാദം വാങ്ങി. തുടർന്ന് ചെറുവത്തൂർ ടൗണിലെ വിവിധ ആശുപത്രികളിൽ സന്ദർശനം നടത്തി. നിരവധി UDF നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അജാനൂർ തെക്കേപ്പുറം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഖുർആൻ പാരായണ മത്സര വിജയികൾക്ക് അനുമോദനം ഒരുക്കി. ഉപഹാരവും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. അജാനൂർ തെക്കേപ്പുറം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഖുർആൻ പാരായണ മത്സരത്തിൽ വിജയം നേടിയവർക്ക് ഉപഹാരവും ജമാഅത്ത് പ്രസിഡന്റ് പാലക്കി കുഞ്ഞാമദ് ഹാജിയും ക്യാഷ് അവാർഡ് തെക്കേപ്പുറം ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് ഇർഷാദ് സഖാഫി അൽ അസ്ഹരിയും ചേർന്ന് വിതരണം ചെയ്തു. കഴിഞ്ഞ റംസാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്ത് പൂർത്തിയാക്കിയവർക്ക് പ്രത്യേകം ഏർപ്പെടുത്തിയ ഉപഹാരം ജമാഅത്ത് ഭാരവാഹികളായ M. ഇബ്രാഹിം, റസാഖ് കേളോത്ത്, M. ഹമീദ് ഹാജി, കമാൽ കുഞ്ഞാമദ് എന്നിവർ വിതരണം ചെയ്തു. ചടങ്ങിൽ CH ഹസേനാർ അധ്യക്ഷത വഹിച്ചു. TP സലാഹുദ്ദീൻ, ഷാഹുൽ ചേരക്കാടത്ത്, KH കരീം, TP ലത്തീഫ്, ഹമീദ് ചേരക്കാടത്ത്, KK അബ്ദുള്ള ഹാജി, SP മജീദ്, M. അബ്ദുൽ ഷാഫി, MI ഉസ്മാൻ, L. ഹസൈനാർ എന്നിവർ സംബന്ധിച്ചു. M. നിസാർ സ്വാഗതവും അറഫ ഗഫൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചിത്താരി കുദ്രു ശ്രീ മൂകാംബിക ദേവസ്ഥാനത്ത് നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം ഏപ്രിൽ 19 മുതൽ 27 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൂകാംബിക ദേവിയുടെയും പരിവാര ദൈവങ്ങളുടെയും പുനഃപ്രതിഷ്ഠയാണ് ചിത്താരി കുദ്രു ശ്രീ മൂകാംബിക ദേവസ്ഥാനത്ത് നടക്കുന്നത്. ചടങ്ങുകൾക്ക് തന്ത്രി സുബ്രഹ്മണ്യൻ വാരിക്കാട്ട് തായർ കാർമ്മികത്വം വഹിക്കും. ഏപ്രിൽ 12-ന് നാഗപ്രതിഷ്ഠയും 100 പാലും കൊടുക്കൽ ചടങ്ങും നടക്കും. പാമ്പുമേക്കാട്ട് മന PS ശങ്കരനാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. 19-ന് കലവറ നിറയ്ക്കൽ ചടങ്ങ്, 20-ന് രാവിലെ 11:30-ന് കുദ്രു തറവാട് യുവജന കൂട്ടായ്മ താഴികക്കുടം സമർപ്പിക്കും. 21-ന് വൈകുന്നേരം 5 മണിക്ക് ആചാര്യവരണം, പശുദാന പുണ്യാഹം, മുളയിടൽ, വാസ്തു പുണ്യാഹം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. രാത്രി 7 മണിക്ക് കൊപ്പൽ ചന്ദ്രശേഖരന്റെ പ്രഭാഷണം. രാത്രി കലാപരിപാടികൾ. 22-ന് വിശേഷാൽ പൂജകൾ നടക്കും. തിരുവാതിരക്കളി, രാത്രി കലാപരിപാടികൾ എന്നിവ നടക്കും. 23-ന് പ്രത്യേക പൂജകൾക്ക് പുറമെ ചെണ്ടമേളം, ഭഗവത്ഗീതാ പാരായണം, ആധ്യാത്മിക പ്രഭാഷണം, കലാപരിപാടികൾ തുടങ്ങിയവ നടക്കും. 24-ന് വിവിധ ഹോമങ്ങൾ, കന്നഡ ആധ്യാത്മിക പ്രഭാഷണം, തിരുവാതിരക്കളി, യക്ഷഗാനം എന്നിവ നടക്കും. 25-ന് വൈകുന്നേരം 3 മണിക്ക് കവലെ ദുർഗ മരുളസിദ്ധ ശിവാചാര്യ സ്വാമിക്ക് പൂർണ്ണ കുംഭത്തോടെ സ്വീകരണം. 5 മണിക്ക് ഗുരുപാദ പൂജ, ആശീർവചനം, അധിവാസ ഹോമം തുടങ്ങിയവ നടക്കും. തുടർന്ന് ധാർമ്മിക സദസ്സിൽ കേരളത്തിലെയും കർണാടകത്തിലെയും പ്രമുഖർ സംസാരിക്കും. 26-ന് മഹാഗണപതി ഹോമം, പീഠപ്രതിഷ്ഠ എന്നിവയ്ക്ക് ശേഷം 11:33-നും 1:26-നും ഇടയിൽ മൂകാംബിക ദേവിയുടെയും പരിവാര ദൈവങ്ങളുടെയും പുനഃപ്രതിഷ്ഠ, തുടർന്ന് വിവിധ അഭിഷേകങ്ങളും ദേവിയുടെ മഹാപൂജ, പ്രസാദ വിതരണം, നിത്യനിദാനം നിശ്ചയിക്കൽ എന്നിവ നടക്കും. രാത്രി 9:30 മുതൽ മന്ത്രമൂർത്തികളുടെ മോന്തിക്കോലം. 27-ന് രാവിലെ വിവിധ പൂജകൾ. 12:30-ന് തെയ്യങ്ങൾ അരങ്ങിലെത്തും. വൈകുന്നേരം ധ്വജാവരണത്തോടെ ബ്രഹ്മകലശോത്സവം സമാപിക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:30-ന് ബെല്ലം പൂജ, അന്നദാനം എന്നിവയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാണിക്കോത്ത് കട്ടീൽ വളപ്പ് തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി തറവാട് തെയ്യങ്ങൾ അരങ്ങിലെത്തി. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹം വാങ്ങാൻ നിരവധി ഭക്തജനങ്ങൾ തറവാട് സന്നിധിയിൽ എത്തിച്ചേർന്നു. പ്രസിദ്ധവും ഐതിഹ്യസമ്പന്നവുമായ മാണിക്കോത്ത് കട്ടീൽ വളപ്പ് തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി തറവാട് തെയ്യങ്ങൾ കെട്ടിയാടി. പുലർച്ചെ കുറത്തിയമ്മ അരങ്ങിലെത്തി. തുടർന്ന് രക്തചാമുണ്ടി, ആയിറ്റി ഭഗവതി, വിഷ്ണുമൂർത്തി, പടിഞ്ഞാത്ത് ചാമുണ്ടി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തമാനസങ്ങളെ അനുഗ്രഹിച്ചു.
തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് തറവാട് സന്നിധിയിൽ എത്തിച്ചേർന്നത്. തുടർന്ന് വടക്കേൻ വാതിൽ വിളക്കിലരി ചടങ്ങുകൾ നടത്തി. ബുധനാഴ്ച രാത്രി തെയ്യം കൂടൽ, വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കാർന്നോൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, വൈകിട്ട് കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, 8 മണിക്ക് കണ്ടനാർക്കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, രാത്രി 9 മണിയോടെ ബപ്പിടൽ ചടങ്ങ്, തുടർന്ന് വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ തിടങ്ങൽ, തുടർന്ന് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തും. സമാപന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കാർന്നോൻ തെയ്യത്തിന്റെ പുറപ്പാട്, 10 മണിക്ക് കോരച്ചൻ തെയ്യം അരങ്ങിലെത്തും. തുടർന്ന് കണ്ടനാർക്കേളൻ തെയ്യം അരങ്ങിലെത്തും. 3 മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാട്, തുടർന്ന് പരമപവിത്രമായ ചൂട്ടപ്പിക്കൽ ചടങ്ങ് നടക്കും. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്, മറപിളർക്കൽ, കൈവീത്, വിളക്കിലരി ചടങ്ങോടുകൂടി തെയ്യംകെട്ട് മഹോത്സവത്തിന് പരസമാപ്തി കുറിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊളത്തൂർ യോഗിമഠം ദുർഗാപരമേശ്വരി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം നടത്തി. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. 5 വർഷത്തിലൊരിക്കൽ കൊളത്തൂർ യോഗിമഠം ദുർഗാപരമേശ്വരി ക്ഷേത്രത്തിൽ നടത്താറുള്ള കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടത്തി. രക്തചാമുണ്ടി, മടയിൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട സന്നിധിയിൽ എത്തിച്ചേർന്നത്. മഹാപൂജയോടുകൂടിയാണ് കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്രതവിശുദ്ധിയുടെ നിറവിൽ എങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷം. കാസർകോട്ട് മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 2 കുരുന്നുകൾ ഉൾപ്പെടെ 3 പേരുടെ മരണമുണ്ടാക്കിയ ഞെട്ടലിൽ ചീമേനി ചെമ്പ്രകാനം പ്രദേശം. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി ചീമേനി പോലീസ്. ബിജെപിക്ക് വേണ്ടി നെയ്യാകാൻ വെണ്ണയായി കാത്തിരിക്കുന്ന കോൺഗ്രസുകാരുണ്ടെന്ന് ബിനോയ് വിശ്വം. അനിൽ ആന്റണി കേരള രാഷ്ട്രീയത്തിലെ ഗതികെട്ട തമാശയാണെന്നും ബിനോയ് വിശ്വം. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് നെക്രാജെ ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തിൽ ഇഫ്താർ സംഗമം. തെയ്യംകെട്ട് മഹോത്സവത്തിന് മുന്നോടിയായിരുന്നു പരിപാടി. ഒരേ സമയം 2 വേദികളിൽ യക്ഷഗാനം പ്രദർശിപ്പിച്ചത് കാണികൾക്ക് പുത്തൻ അനുഭവമായി മാറി. കൂഡ്ലു കുത്യാള ഗോപാലകൃഷ്ണ ക്ഷേത്ര പരിസരത്തായിരുന്നു പ്രദർശനം. മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്തെത്തിയായിരുന്നു വോട്ട് അഭ്യർത്ഥന. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.